മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ 6ാം ഭാഗത്തിൽ പെരുമ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയുവാൻ പോകുന്നത്. ഈ മഹാദേവ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ തിരുത്തിക്കുണ്ടയാർ ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യമാലയിൽ 108 ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രം. 3000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ലെന്നാണ് വിശ്വാസം. ഒറ്റ രാത്രി കൊണ്ട് ശിവഭൂതഗണങ്ങളാൽ നിർമ്മിച്ചതാണെന്നാണ് പഴമക്കാരും രേഖപ്പെടുത്തിയ ചരിത്രങ്ങളും പറയുന്നത്. സ്വയംഭൂവായ ഈ മഹാദേവൻ്റെ ശ്രീകോവിലിന് 7 നില ഉയരമുണ്ടായിരുന്നതായും ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടു എന്നും കണക്കാക്കുന്നു. ധ്വജപ്രതിഷ്ഠയും സ്വന്തമായി ഒരു ആനയും നിത്യശീവേലിയും ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു പെരുമ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ സ്വയംഭൂവായ ശ്രീ മഹാദേവൻ അഘോരമൂർത്തിയും ഉഗ്രകോപിയും കിരാതമൂർത്തിയുമാണ്. 1955 ഈ പ്രദേശം മുഴുവനും ഭയാനകമായ ഒരു ചുറ്റുപാടിലായിരുന്നു കടന്നുപോയിരുന്നത്. ദുർമരണങ്ങളും ആത്മഹത്യയും മാറാരോഗങ്ങളും വർദ്ധിച്ചു വരികയും ഈ സാഹചര്യങ്ങൾ തന്നെ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടത്തുകയും പ്രശ്നവിധിയിൽ തകർക്കപ്പെട്ട ക്ഷേത്രം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നും ശുദ്ധികലശം, അഷ്ടബന്ധ കലശം, നവീകരണ കലശം, 9 ദിവസം കൊടിയേറി ഉത്സവം മുതലായ താന്ത്രിക കർമ്മങ്ങളും വേഗം നടത്തേണ്ടതുണ്ട് എന്നും പ്രശ്നവിധിയുണ്ടായി. കാലകാലനായ മൃത്യുഞ്ജയൻ, താണ്ഡവ നൃത്തമാടുന്ന നടരാജൻ, ചിന്മുദ്രയാൽ ധ്യാനിക്കുന്ന ദക്ഷിണാമൂർത്തി, അഘോരവും ഉഗ്രകോപിയുമായ കിരാതമൂർത്തി എന്നിവ ശിവസങ്കല്പങ്ങളിലെ പ്രധാന ഭാഗമാണ്. ഇതിൽ ശിവശക്തി കൂടിച്ചേരലായ അഘോരിയും ഉഗ്രകോപിയുമായ കിരാതമൂർത്തി സൈദ്ധാന്തികമായും തന്ത്ര മന്ത്രശാസ്ത്രപരമായും പ്രാധാന്യമർഹിക്കുന്നു. സൃഷ്ടിയുടെ എല്ലാ തലത്തിലും അന്തർലീനമായി സ്ഥിതി ചെയ്യുന്ന ഈ ശിവശക്തി ചൈതന്യ സ്വരൂപത്തിൽ ഈ ക്ഷേത്രത്തിൽ വിരാജിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പെരുമ്പറമ്പ് ശ്രീ മഹാദേവൻ്റെ മഹത്വം. ശ്രീ മഹാദേവൻ്റെ ശ്രീകോവിലിനുള്ളിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിച്ചാണ് വിളക്കുകളിൽ തിരി തെളിയിക്കുന്നത് എന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ കല്ലിൽ കാണുന്ന ലിഖിതങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം 3000-ലേറെ വർഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമായ ഏറ്റവും വലിയ ശ്രീകോവിൽ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മലബാറിലെ മറ്റൊരു ശിവക്ഷേത്രങ്ങളിലും കാണാത്ത ഒന്നാണ് പ്രദോഷ ദിവസങ്ങളിൽ പ്രദോഷ ശീവേലിയും ആ ശീവേലിക്ക് ഭഗവാനെ നന്ദികേശൻ്റെ പുറത്ത് എഴുന്നള്ളിക്കുന്നതും. ഈ മഹത്തായ ചടങ്ങ് ശ്രീ പെരുമ്പറമ്പത്തപ്പൻ്റെ മാത്രമായ ഒന്നാണ്. ഒരു നാടിൻ്റെ ആത്മീയ ആചാര്യ പദവിയിലേക്ക് ഉയർന്ന ശ്രീ മനോജ് എമ്പ്രാന്തിരിക്കാണ് ക്ഷേത്ര മേൽശാന്തി പദം. ശ്രീ പെരുമ്പറമ്പത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് ശബരിമലയിൽ എത്തി 1 വർഷം മുഴുവൻ മാളികപ്പുറത്തമ്മയെ പൂജിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നമാണ് ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന പുരോഗതിക്ക് കാരണമായതെന്ന് അവിടുത്തെ ഓരോ ഭക്തരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ പെരുമയും ഉയർത്തിക്കൊണ്ട്
നാടിനും ദേശത്തിനും ഭക്തജനങ്ങളുടെ അഭീഷ്ടത്തിനും അനുഗ്രഹം നൽകിക്കൊണ്ട് സ്വയംഭൂവായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ശ്രീ പെരുമ്പറമ്പത്തപ്പൻ ശ്രീ മഹാദേവൻ.